ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഓണിയൻ ഷാമ്പു ആണ്. ഈ ഒരു ഷാമ്പു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും, തലമുടിയിലുള്ള പല പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. ഈ ഒരു ഷാമ്പു വളരെ എഫക്റ്റീവാണ് നമ്മുടെ തലമുടിയിലുള്ള കുറേ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി. അപ്പം നമ്മളിത് റെഗുലറായിട്ട് നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കണ്ട് അതിശയിച്ചു പോകും. കാരണം നമ്മൾ കെമിക്കൽ ഷാമ്പു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാക്കിയ ഈ ഷാമ്പു കാരണം നമ്മുടെ തലമുടിയിൽ വരുന്ന തലമുടിയുടെ കൊഴിച്ചിൽ, നമ്മുടെ ഹെയർ ഫോൾ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി വളരെ എഫക്റ്റീവാണ് ഈ ഒരു ഷാമ്പു ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ തലമുടി നന്നായിട്ട് വളരാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ഒരു ഷാമ്പു ആണ്. അപ്പം നമ്മൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷന്, ഡാൻഡ്രഫ്, പിന്നെ ചൊറിച്ചിൽ, അതൊക്കെ മാറ്റാൻ വേണ്ടിയും വളരെ ബെനിഫിറ്റ് തരും ഈ ഒരു ഷാമ്പു. പിന്നെ നമ്മളിത് റെഗുലർ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ നോർമലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റ് ഹോം മെയ്ഡ് നാച്ചുറൽ ഐറ്റം ആയതുകൊണ്ട് നമുക്കൊരു 5-10 മിനിറ്റ് നമ്മൾ തലയോട്ടിൽ വച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താലും പ്രശ്നമൊന്നും വരത്തില്ല. കാരണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷാമ്പു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ഷാമ്പു എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആവശ്യം ഒരു ഉള്ളിയാണ്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ആദ്യം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അരിയുമ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് നീരും, എൻ്റെ കണ്ണിൽ നന്നായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് മുന്നേ തന്നെ ഉള്ളി ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നീറ്റിലൊക്കെ കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താലും മതി. കണ്ണ് നീരിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ തലമുടിയിലും സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മുടെ തലമുടി നന്നായിട്ട് വളരെ ചെയ്യും, നല്ല ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പം നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഉള്ളിനീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യം, നമ്മുടെ തലമുടി ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ഫ്രീസി ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ കറ്റാർവാഴ, നമ്മുടെ അലോവേര ജെല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാവും. അലോവേര ഇല്ലെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ലിങ്ക് മുകളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് അലോവേര ജെൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷാമ്പു സംഭവം റെഡിയാണ്. പക്ഷേ ഇതിനൊരു ഷാമ്പു ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊരു ഷാമ്പു ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഷാമ്പു. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ഷാമ്പു ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റീറ്റ ശിക്കക്കായ ഉപയോഗിച്ച ഒരു ഷാമ്പു ആണ്. വളരെ നല്ലൊരു ഷാമ്പു ആണ്. നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറ്റാനും തലമുടി നന്നായിട്ട് വളരാൻ വേണ്ടി നല്ല എഫക്റ്റീവ് ഷാമ്പു ആണ്. അപ്പോൾ ഈ ഒരു ഷാമ്പു ആണ് നമ്മളിപ്പോൾ ഈ ഓണിയൻ ജ്യൂസിൽ തയ്യാറാക്കി വെച്ച ഈ ഒരു ഓണിയൻ ജ്യൂസിനകത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഷാമ്പു കാണും. അപ്പോൾ അത്രത്തോളം മതിയാവും. അപ്പോൾ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നോക്കാം. 3 ടേബിൾ സ്പൂണ് ഓണിയൻ ജ്യൂസ്, പിന്നെ 1 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, പിന്നെ 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ് നമ്മുടെ ഷാമ്പു, ഹോം മെയ്ഡ് ഷാമ്പു കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നന്നായിട്ട് പതയുന്നുണ്ട്. നമ്മുടെ കെമിക്കൽ ഷാമ്പു മാത്രമല്ല, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഷാമ്പു നന്നായിട്ട് പതഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും പതഞ്ഞ് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ഷാമ്പു. അങ്ങനെയൊന്നുമല്ല. പതയാത്ത ഹോം മെയ്ഡ് ഷാമ്പു വളരെ നല്ലൊരു ഷാമ്പു ആണ്. അപ്പോൾ ഈ ഒരു ഓണിയൻ ജ്യൂസിനകത്ത് സൾഫറുണ്ട്. അത് നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറ്റാനും തലമുടി നന്നായിട്ട് വളരാനും സ്കാൽപ്പ് ഇൻഫെക്ഷനൊക്കെ നീക്കാനും ഡാൻഡ്രഫൊക്കെ മാറ്റാനും പിന്നെ നമുക്ക് പ്രായമാവുന്ന മുന്നേ വരുന്ന നരയൊക്കെ തടയാൻ വേണ്ടി വളരെ നല്ലതാണ് നമ്മുടെ ഓണിയൻ ജ്യൂസ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറ്റാനും തലമുടി നന്നായിട്ട് വളരാനും തലമുടി നല്ലൊരു മിനുസം നൽകാൻ വേണ്ടി വളരെ എഫക്റ്റീവാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഉള്ളി നീരിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ മണം ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു നാരങ്ങ നീരും കൂടി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ ഓണിയൻ്റെ ഒരു മണം അതങ്ങ് മാറിക്കിട്ടും. അപ്പം നമ്മൾ ഇതൊക്കെ ചേർത്ത് നമ്മുടെ ഈ ഷാമ്പു തയ്യാറാണ്. നമ്മുടെ ഓണിയൻ ഷാമ്പു, ഹോം മെയ്ഡ് ഓണിയൻ ഷാമ്പു തയ്യാറാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് 1 ആഴ്ച വരെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട് അതിന് മുന്നേ നമുക്കൊന്ന് എടുത്ത് വയ്ക്കണം. തണുപ്പൊക്കെ മാറിയിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. പിന്നെ അല്ലാതെ തന്നെ നാരങ്ങയ്ക്കകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട്. ഡാൻഡ്രഫൊക്കെ നീക്കാൻ വേണ്ടി നമ്മുടെ തലമുടിക്ക് നല്ലൊരു മിനുസ് നൽകാൻ വേണ്ടി നല്ലതാണ്.
നമുക്ക് ഹോം മെയ്ഡ് ഷാമ്പു ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എപ്പോഴേലും ഷാമ്പു വാങ്ങുമ്പോൾ കോമ്പോസിഷനൊക്കെ നോക്കി വാങ്ങുക. കെമിക്കൽ കുറവുള്ള ഷാമ്പുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പാരബൻ ഫ്രീ ആയിട്ടുള്ളത്, പിന്നെ സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പുകളൊക്കെ നോക്കി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ച ഈ ഷാമ്പു വളരെ എഫക്റ്റീവാണ്. നമ്മൾ തലയോട്ടിയിലൊക്കെ തേക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഇറിറ്റേഷനോ ഒന്നും വരത്തില്ല. നല്ലൊരു ഷാമ്പു ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുവാണെങ്കിൽ ചുമന്ന കളറുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ എനിക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള നല്ലൊരു എൻകറേജ്മെൻറ്റും സപ്പോർട്ടും കിട്ടത്തുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.